ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ PPC മിഷൻ ഓഫ് ഇന്ത്യയുടെ BOC ചാനലിലുള്ള വ്യൂവേഴ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാനായിട്ട് എനിക്ക് ലഭിച്ചിട്ടുള്ള ഈ ഒരു അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ചാനൽ ഭാരവാഹികളോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഇന്ന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ചിന്താവിഷയം ഫെയ്ത്ത് വേഴ്സസ് ഫെയിം എന്നുള്ളതാണ്. വിശ്വാസമാണോ പ്രവൃത്തിയാണോ? ദൈവത്തിലുള്ള വിശ്വാസത്തിനാണോ അതോ മനുഷ്യൻ്റെ പ്രവൃത്തി മൂലം ലഭിക്കുന്ന പ്രശസ്തിക്കാണോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാമുഖ്യം കൊടുക്കേണ്ടത് എന്ന ഒരു ചിന്താവിഷയമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഫെയ്ത്ത് വേഴ്സസ് ഫെയിം. ഈ ഒരു ചിന്താവിഷയം എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ അനേക ഇടങ്ങളിൽ, അനേക തലങ്ങളിൽ പ്രശസ്തിക്ക് വേണ്ടിയുള്ള ഒരു ഓട്ടമാണ് നമ്മൾ കാണുന്നത്. മനുഷ്യന് ഒന്നിനും തന്നെ സമയമില്ലാത്ത രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കുകയും തങ്ങളുടെ തന്നെ പ്രശസ്തിക്ക് വേണ്ടിയിട്ട് അവരുടെ സമയം ദൈവത്തിന് പോലും സമയം മാറ്റിവെക്കാതെ ഓടി നടക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത. കുട്ടികളാണെങ്കിൽ പോലും ഞായറാഴ്ച പോലും ട്യൂഷന് ആണ് പോകുന്നത്. പള്ളിയിൽ പോകാനോ സൺഡേ സ്കൂളിൽ പോകാനോ സമയമില്ലാത്ത രീതിയിൽ പലപ്പോഴും അവർ പഠന കാര്യങ്ങളിൽ തന്നെ എൻഗേജ്ഡ് ആയിരിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ സമൂഹത്തിലെ ഏത് തലത്തിൽ നോക്കിയാലും ഇപ്പോൾ സ്കൂളിലെ റിസൾട്ടെല്ലാം വന്ന സമയമാണ്. നമുക്കറിയാം, കുട്ടികളുടെ A+ കിട്ടിയ കുട്ടികളുടെ ഫോട്ടോ പേപ്പറിൽ വരുന്നു, ബാനറുകൾ സ്കൂളുകളിൽ പ്രദർശിപ്പിക്കുന്നു. പല കുട്ടികളും ഇങ്ങനെ A+ കിട്ടുന്നതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം മറന്നുകൊണ്ട് തങ്ങളുടെ ഫോട്ടോ പേപ്പറിൽ വരണം, അല്ലെങ്കിൽ ബാനറിൽ ഞങ്ങളുടെ ഫോട്ടോ വരണം, അങ്ങനെയുള്ളൊരു പ്രശസ്തിക്ക് വേണ്ടി പഠിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിപ്പോകുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ ഏത് പ്രൊഫഷനാണെങ്കിലും, ഒരു ഉദാഹരണത്തിന് ഒരു അധ്യാപക വൃത്തി. ഈ അധ്യാപകൻ എന്താണ് അവൻ്റെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം? തൻ്റെ മുന്നിലുള്ള തനിക്ക് ലഭിച്ചിരിക്കുന്ന, തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കുട്ടികളെ അവരെ സമൂഹത്തിന് കൊള്ളാകുന്നവരായിട്ട് ഒരു വ്യക്തിത്വ വികസനത്തിന് ആവശ്യമായിട്ടുള്ള മൂല്യങ്ങൾ നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ മൂല്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് അവരെ സമൂഹത്തിന് കൊള്ളാകുന്ന ഒരു വ്യക്തികളാക്കി മാറ്റുക എന്നുള്ളതാണ് ടീച്ചർ എന്ന പ്രൊഫഷൻ്റെ ഉദ്ദേശം. എന്നാൽ ഇന്നത്തെ ടീച്ചേഴ്സ് പലപ്പോഴും നല്ല അധ്യാപകരില്ല എന്നല്ല, പല അധ്യാപകരും കാണിക്കുന്ന പ്രവണത കുട്ടികളെ A+ വാങ്ങിക്കാനായിട്ട് മാത്രം പ്രേരിപ്പിക്കുക എന്നുള്ളൊരു പ്രവണതയിലേക്ക് നീങ്ങുന്നതായിട്ട് നമുക്ക് കാണാം. അത് ഏത് മേഖലയിലാണെങ്കിലും, കോർപ്പറേറ്റ് മേഖലയിലാണെങ്കിലും ഇൻഷുറൻസ് മേഖലയിലെ, ബാങ്കിങ് മേഖലയിലെ, മറ്റ് കമ്പനി മേഖലയിലെല്ലാം തങ്ങളുടെ ജോലി ചെയ്യുന്നതിന് അപ്പുറമായിട്ട് തങ്ങൾക്കൊരു പ്രശസ്തി വേണം, തങ്ങൾക്കൊരു വിജയം, സക്സസ് വേണം എന്നുള്ള രീതിയിൽ നെട്ടോട്ടം ഓടുകയാണ് കോർപ്പറേറ്റ് വേൾഡിലുള്ള ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രശസ്തിക്ക് വേണ്ടിയുള്ള ആഗ്രഹം ഉള്ളിലുള്ള മനുഷ്യ മനസ്സുകളെ നമുക്ക് ധാരാളമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഇതിന് ഏറ്റവും കൂടുതൽ പ്രശസ്തിക്ക് ഏറ്റവുമുള്ള നല്ലൊരു മാധ്യമമായിട്ട് മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഇന്നത്തെ സമൂഹത്തിൽ വളരെയധികമുണ്ട്. ഏത് മീഡിയ ആണെങ്കിലും, ടെലിവിഷൻ ആണെങ്കിലും ശരി, മറ്റ് സോഷ്യൽ മീഡിയാസ് ആണെങ്കിലും, യൂട്യൂബ് ആണെങ്കിലും, മീഡിയയിലൂടെ പ്രശസ്തി കിട്ടിയിട്ടുള്ള വ്യക്തികളെയാണ് ഹീറോ ആയിട്ടോ അല്ലെങ്കിൽ സെലിബ്രിറ്റി ആയിട്ടോ കാണുവാനായിട്ട് ജനങ്ങൾ, കുട്ടികളാണെങ്കിലും യുവാക്കളാണെങ്കിലും മറ്റ് ജനങ്ങളാണെങ്കിലും അതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അതായത് ഏത് രാഷ്ട്രീയ മേഖലയിലുള്ളവരാണെങ്കിലും, ക്രിക്കറ്റേഴ്സ് ആണെങ്കിലും, സിനിമാ വേൾഡിലുള്ളവർ, ഇങ്ങനെയുള്ള സെലിബ്രിറ്റീസിനെയാണ് ഹീറോസ് ആയിട്ട് കാണുന്ന ഒരു സമൂഹം. അപ്പോൾ എങ്ങനെ പ്രശസ്തി ലഭിക്കും എന്നുള്ള ഒരു പരിശ്രമത്തിന് വേണ്ടിയിട്ടുള്ളൊരു പ്രവണത ഈ സമൂഹത്തിലുണ്ട്. പക്ഷേ ഇത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും, വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ദൈവമക്കളായി നമുക്ക് മനസ്സിലാകും, ഈ സമൂഹത്തിൽ കാണുന്ന പ്രശസ്തിക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു പ്രവണത എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ്. ഇതൊരു ട്രാപ്പാണ്, അല്ലെങ്കിൽ ഒരു കെണിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇവയിലേക്കുള്ള വലിയൊരു ആകർഷണീയതയാണ് ഈ ഒരു പ്രശസ്തിയിലേക്കുള്ള ഓട്ടത്തിൽ കൂടെ നടക്കുന്നത്. ഇതൊരു സാത്താൻ്റെ തന്ത്രമല്ലേ? എനിക്കതാണ് ഒരു ചോദിക്കാനുള്ളത്. ഈ സാത്താൻ്റെ തന്ത്രങ്ങളെ നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ? ഇത് സാത്താൻ്റെ ഉപായമാണ്. മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കുകയാണ് സാത്താൻ ചെയ്യുന്നത്. നമ്മൾ എഫേസ്യർ 6-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു:
സാത്താൻ്റെ തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാനായിട്ട് നമ്മൾ സർവായുധവർഗം ധരിക്കണം എന്നുള്ളൊരു വാക്യമുണ്ട്. അപ്പോൾ ഈ സാത്താൻ്റെ തന്ത്രങ്ങൾ എന്താണെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് സർവായുധവർഗവും ധരിച്ചുകൊണ്ട് എതിർത്ത് നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ സാത്താൻ്റെ തന്ത്രങ്ങൾ എന്താണെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. പ്രശസ്തിക്ക് വേണ്ടിയുള്ള ഒരു ഓട്ടം, അല്ലെങ്കിൽ സക്സസ്സിന് വേണ്ടി, അച്ചീവ്മെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടം എന്ന് പറയുന്നത് സാത്താൻ്റെ ഒരു തന്ത്രമാണ്. അപ്പോൾ ഈ തന്ത്രത്തെ നമുക്ക് എങ്ങനെ എതിർത്ത് നിൽക്കാം എന്നുള്ളതും കൂടെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നുണ്ട്. നമുക്കറിയാം, ഓരോ കലണ്ടർ ഇയർ കഴിയുമ്പോഴും, ഇപ്പോൾ 2024 അവസാനിച്ചപ്പോൾ പ്രശസ്തനായ വ്യക്തികൾ, ഈ ലോകത്തെ സ്വാധീനിച്ചിട്ടുള്ള പ്രശസ്തരായ വ്യക്തികളുടെ പടങ്ങളും അവരുടെ പേരും ലിസ്റ്റും പട്ടികയും ഒക്കെ പ്രസിദ്ധീകരിക്കുന്ന ഒരു പ്രവണത. പ്രത്യേകിച്ച് നമ്മുടെ മലയാളത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ, മലയാളത്തിലുള്ള പ്രമുഖ പത്രങ്ങളെല്ലാം തന്നെ പ്രശസ്ത വ്യക്തികളെ, സമൂഹത്തെ സ്വാധീനിച്ചിട്ടുള്ള പ്രശസ്ത വ്യക്തികളുടെ ഫോട്ടോ പബ്ലിഷ് ചെയ്യും, ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. ഇതിൽ വലിയ വലിയ കമ്പനികളുടെ സിഇഒമാർ, മറ്റ് സെലിബ്രിറ്റികൾ, കലാസാഹിത്യ സാംസ്കാരിക തലത്തിലെ വ്യക്തിത്വങ്ങൾ, ഇവരെയൊക്കെയാണ് മീഡിയ കെട്ടിഘോഷിക്കുന്ന സെലിബ്രിറ്റികൾ, അല്ലെങ്കിൽ ഹീറോസ്, അല്ലെങ്കിൽ സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്തവർ എന്ന് പറയുന്നത്. എന്നാൽ നിശബ്ദമായി നിന്നുകൊണ്ട് സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്തവരില്ലേ ധാരാളം പേര്. ത്യാഗമനസ്സോടുകൂടെ, പ്രശസ്തി ആഗ്രഹിക്കാതെ നിശബ്ദമായി നിന്നുകൊണ്ട് തന്നെ സമൂഹത്തിനെ സ്വാധീനിക്കുന്ന ധാരാളം വ്യക്തിത്വങ്ങളെ നമുക്ക് ചുറ്റും കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ മാർക്കറ്റിംഗ് മീഡിയാസ് ഉണ്ടാക്കുന്ന പട്ടിക നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ടോ? അതിലെനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ദൈവം ഒരു പട്ടിക ഇങ്ങനെ തയ്യാറാക്കുകയാണെങ്കിൽ, ഹീറോസിൻ്റെ അല്ലെങ്കിൽ സെലിബ്രിറ്റീസിൻ്റെ ഒരു പട്ടിക ദൈവം തയ്യാറാക്കുകയാണെങ്കിൽ ആരായിരിക്കും യഥാർത്ഥത്തിൽ ഈ ലോകത്തെ സ്വാധീനിച്ച വ്യക്തികൾ? ഇതിൻ്റെ ഉത്തരം വേദപുസ്തകത്തിൽ നമുക്ക് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ഭാഗങ്ങളിൽ വിവിധ വ്യക്തികളെ ദൈവം തൻ്റെ ഉദ്ദേശങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് വിവിധ വ്യക്തികളെ ഉപയോഗിച്ചതായിട്ട് കാണാം. പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും, അപൂർണരായ വ്യക്തികളെ, അല്ലെങ്കിൽ അധികം പ്രാഗൽഭ്യമില്ലാത്ത വ്യക്തികളെയൊക്കെയാണ് ദൈവം സമൂഹത്തെ സ്വാധീനിക്കാനായിട്ട് തിരഞ്ഞെടുത്തത്. ഉദാഹരണത്തിന് ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മുക്കുവരായിരുന്നു, സമൂഹത്തിലെ താഴേക്കിടയിലുള്ള മുക്കുവരെയാണ് ദൈവം തൻ്റെ കൂടെ നടക്കാനായിട്ട്, ആ 3.5 വർഷക്കാലം തൻ്റെ കൂടെ നടക്കാനായിട്ടും തൻ്റെ ഉദ്ദേശങ്ങൾ നിറവേറ്റാനായിട്ടും യേശു ക്രിസ്തു തിരഞ്ഞെടുത്തത്. അപ്പോൾ നമുക്ക് ദൈവം ഇങ്ങനെ ഒരു പട്ടിക തയ്യാറാക്കുകയാണെങ്കിൽ ആരെയായിരിക്കും ദൈവം തിരഞ്ഞെടുക്കുക? പ്രശസ്തി ഉള്ളവരെയാണോ, അതോ ധാരാളം കരഘോഷം, കയ്യടി കിട്ടുന്നവരെയാണോ? അല്ല. അതിനു പകരം എന്താണ് ദൈവം നോക്കുന്നത്? ദൈവം നോക്കുന്നത് നമ്മുടെ വിശ്വസ്തത, നമ്മുടെ അനുസരണം, ദൈവത്തിലുള്ള വിശ്വാസം. പ്രശസ്തിക്ക് വേണ്ടി ഓടുന്നവരെയല്ല, കരഘോഷത്തിന് വേണ്ടി ഓടുന്നവരെയല്ല, ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ പൂർണ്ണമായിട്ടും അനുസരിക്കുന്നവരെയാണ് ദൈവം സ്വാധീനമുള്ള വ്യക്തികളായിട്ട് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവമക്കളായ നമ്മൾ, ആത്മീയ ഗോളത്തിലുള്ള നമുക്ക് സെലിബ്രിറ്റീസിനെ കുറിച്ച് അല്ലെങ്കിൽ ഹീറോസിനെ കുറിച്ച് ഒരു പുനർചിന്ത നമുക്ക് ആവശ്യമാണ്. ദൈവമക്കളായ നമ്മുടെ ലക്ഷണം എന്താണ്? ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നവരെയാണ് നമ്മൾ ദൈവമക്കൾ എന്ന് പറയുന്നത്. ഈ ദൈവമക്കളായ നമ്മൾ വേദപുസ്തക പ്രകാരം ദൈവം തിരഞ്ഞെടുക്കുന്ന സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ദൈവം തിരഞ്ഞെടുക്കുന്ന ഹീറോസ് ആരാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വേദപുസ്തകത്തിലേക്ക് നമുക്ക് നോക്കാം. ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചവരായ നമ്മൾ ക്രിസ്തുവിനോടുകൂടെ ചേരുവാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മൾ ക്രിസ്തുവിനോട് സദൃശന്മാരായിട്ട് ക്രിസ്തുവിനോടുകൂടെ വാഴുവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിനോട് കൂടിയുള്ള വാഴ്ച രേഖപ്പെടുത്തിയിരിക്കുന്ന വെളിപ്പാടിൻ്റെ പുസ്തകം നമുക്ക് നോക്കാം. ആരെയാണ് ദൈവം അംഗീകരിക്കുന്നത്? ആദ്യമായിട്ട് വെളിപ്പാട് 6-ാം അധ്യായം 9 മുതൽ ഉള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു. 11-ാം വാക്യം, അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ള നിലയങ്കി കൊടുത്തു. ആർക്കാണ് ദൈവം സ്വർഗത്തിൽ വെച്ച് വെള്ള നിലയങ്കികളെ കൊടുക്കുന്നത്?
സാക്ഷ്യം ഹേതുവായും ദൈവവചന നിമിത്തവും അറുക്കപ്പെട്ടവർ. അതായത് രക്തസാക്ഷികളെയാണ് ദൈവം അംഗീകരിക്കുന്നത്. സുവിശേഷത്തിന് വേണ്ടി ജീവൻ നൽകിയവരെയാണ് ദൈവം മാനിക്കുന്നത്, ദൈവം അംഗീകരിക്കുന്നത് എന്ന് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വെളിപ്പാട് 12-11 ഇങ്ങനെ പറയുന്നു, അവർക്ക് അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിക്കാത്ത ദൈവത്തിൻ്റെ മക്കളെയാണ് ദൈവം മാനിക്കുന്നത്. അതുപോലെ തന്നെ 20-ാം അധ്യായം, വെളിപ്പാട് 20-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിൻ്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. ഇങ്ങനെയുള്ളവരെയാണ് തല ഛേദിക്കപ്പെട്ടവർ. ദൈവത്തിൻ്റെ സാക്ഷ്യം വചന നിമിത്തം തല ഛേദിക്കപ്പെട്ടവരുടെ ആത്മാക്കളെ സ്വർഗത്തിൽ വെച്ച് കാണുവാനായിട്ട് യോഹന്നാന് സാധിച്ചു. യോഹന്നാൻ പത്മോസ് ദ്വീപിൽ വെച്ച് ആത്മവിവശതയിലായപ്പോഴാണ് ഈ ഒരു ദർശനമൊക്കെ കാണുന്നത്. നമുക്കറിയാമല്ലോ, വെളിപ്പാടിനെ കുറിച്ച് അറിയാമല്ലോ. അതുപോലെ തന്നെ ഇനിയുള്ള കാലങ്ങളിൽ ദൈവത്തിൻ്റെ സാത്താൻ്റെ മുദ്രയായ കൈക്കൊള്ളാതിരുന്ന ആത്മാക്കളെ, സാത്താൻ്റെ മുദ്ര നെറ്റിയിലോ കൈമേലോ കൈക്കൊള്ളാത്ത ആത്മാക്കളെയും സ്വർഗത്തിൽ വെച്ച് കാണുവാനായിട്ട് സാധിച്ചു. അപ്പോൾ എങ്ങനെയുള്ളവരെയാണ് ദൈവം മാനിക്കുന്നത് എന്ന് അറിഞ്ഞാലാണല്ലോ നമുക്ക് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ക്രിസ്തുവിനെ വേണ്ടി നമ്മൾ ജീവിക്കുന്നവരായി നമ്മൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ ക്രമീകരിക്കണമെന്നുള്ളത് നമ്മൾ ഈ ഒരു വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ ക്രമീകരിക്കേണ്ടതുണ്ട്. രക്തസാക്ഷികളുടെ അനുസരണവും അവരുടെ ജീവിതത്തിൽ ക്രിസ്തുവിനോടുള്ള അവരുടെ വിശ്വസ്തതയും, ഈ 2 കാര്യങ്ങളുമാണ് ക്രിസ്തു മാനിക്കുന്നത്, യേശു കർത്താവ് മാനിക്കുന്നത്. അല്ലാതെ മാധ്യമങ്ങൾ കെട്ടിഘോഷിക്കുന്ന സെലിബ്രിറ്റീസിനെ അല്ല, ലോകം ഇഷ്ടപ്പെടുന്ന CEO-മാരെ അല്ല, രക്തസാക്ഷികളും വിശ്വസ്തരുമായ വ്യക്തികളെയാണ് ദൈവം സെലിബ്രിറ്റീസായിട്ട് കൊണ്ടാടുന്നതെങ്കിൽ നമ്മളുടെ ജീവിതത്തിലും നമ്മൾ ഇപ്പോൾ ഈ ഭൂമിയിലായിരിക്കുമ്പോഴും അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഹീറോസായിട്ട് അല്ലെങ്കിൽ സെലിബ്രിറ്റീസായിട്ട് അല്ലെങ്കിൽ അനുകരിക്കപ്പെടേണ്ട വ്യക്തികളായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. എന്നാൽ ഇങ്ങനെയുള്ള രക്തസാക്ഷിത്വം, ഇങ്ങനെയുള്ള വിശ്വസ്തത, ത്യാഗപൂർണമായ സ്വന്തം ജീവൻ വരെ വെച്ച് കളയുന്ന രീതിയിലുള്ള വിശ്വസ്തത പാലിക്കുവാനായിട്ട് ക്രിസ്തുവിൻ്റെ മക്കളായി നമുക്ക് സാധിക്കുമോ? പലപ്പോഴും ഈ ഒരു ചിന്ത എൻ്റെ ഉള്ളിലും വരാറുണ്ട്. എന്നാൽ അതിൻ്റെ ഉത്തരം എന്താണ്? ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നവരാണ് നമ്മൾ ദൈവമക്കൾ. ഇത്രയും ത്യാഗപൂർണമായ ജീവിതം നയിച്ച ഒരു ക്രിസ്തുവിനെയാണ് നമ്മൾ പിന്തുടരുന്നത്. ഇങ്ങനെ മരണത്തോളം അനുസരണമുള്ള ആ ക്രിസ്തുവിൻ്റെ ത്യാഗം ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് സാധിക്കുമെങ്കിൽ ഈ ത്യാഗം അനുഭവത്തോടെ തന്നെ ഈ ലോകത്തിലെ ദൈവനാമം ഉയർത്തുവാനായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. വിശ്വസ്തതയിലേക്കാണ് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ഭാഗങ്ങളിൽ ദൈവത്തിൻ്റെ വചനപ്രകാരം ത്യാഗം അനുഭവിച്ച ചില വ്യക്തിത്വങ്ങളിലേക്ക് ഒന്ന് വിരൽ ചൂണ്ടുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ ഒരു ഉദാഹരണം യെഹെസ്കേലിനെ കുറിച്ചാണ്, യെഹെസ്കേൽ പ്രവാചകനെ കുറിച്ച്. പലപ്പോഴും യെഹെസ്കേൽ പ്രവചനം വായിക്കാൻ നമ്മൾ മടി കാണിക്കാറുണ്ട്. എന്നാൽ യെഹെസ്കേലിനെ കുറിച്ച് നമ്മൾ ഇങ്ങനെയൊന്ന് അറിയണം, എത്ര ത്യാഗത്തോട് കൂടിയിട്ടാണ് ദൈവത്തിൻ്റെ സന്ദേശം ജനങ്ങളെ അറിയിക്കാനായിട്ട് സിംബോളിക്കായിട്ടുള്ള ചില കഷ്ടപ്പാടുകൾ ദൈവം പറഞ്ഞപ്പോൾ അത് അതേപോലെ യെഹെസ്കേൽ അനുസരിച്ചു. ചില ഉദാഹരണങ്ങൾ ഞാനിവിടെ പറയാം. ഒന്ന്, ആ ഒരു പുസ്തക ചുരുൾ ചവച്ച് തിന്നാനായിട്ട് ദൈവം ആവശ്യപ്പെടുന്നു. അത് അവൻ്റെ വായിൽ തേൻ പോലെ മധുരമുള്ളതായിരുന്നു. എന്നാലും കടലാസ് ചുരുള് ചവച്ച് തിന്നാനായിട്ട് നമ്മളോട് പറഞ്ഞാൽ നമ്മൾ തയ്യാറാകുമോ? അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം ജനങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് 390 ദിവസം ഇടതുവശം മാത്രം ചെരിഞ്ഞു കിടക്കുകയാണ്. ഇടതുവശം മാത്രം ചെരിഞ്ഞു കിടന്നു. അത് ഇസ്രായേൽ ജനങ്ങൾക്കുള്ള സന്ദേശമായിരുന്നു. 40 ദിവസം വലതുവശം മാത്രം ചെരിഞ്ഞു കിടന്നു. അത് യഹൂദ ജനങ്ങൾക്കുള്ള സന്ദേശമായിരുന്നു. ഇങ്ങനെയുള്ള ത്യാഗം ദൈവത്തിൻ്റെ ജനത്തിനു വേണ്ടി ദൈവത്തിൻ്റെ സന്ദേശം, ദൈവത്തിൻ്റെ ജനത്തെ രക്ഷിക്കുവാനുള്ള ദൈവത്തിൻ്റെ സന്ദേശം അറിയിക്കാനാണ് യെഹെസ്കേൽ ഇത്രയും ത്യാഗം ചെയ്തത്. മാത്രമല്ല മലം കത്തിച്ച്, മനുഷ്യകാഷ്ടമായ മലം കത്തിച്ച്
അപ്പം ചുടുവാനായിട്ട് ദൈവം ആവശ്യപ്പെട്ടപ്പോഴും യെഹെസ്കേൽ അതനുസരിച്ചു. മാത്രമല്ല, തൻ്റെ പ്രിയതമ മരിച്ചുപോയപ്പോൾ, ദൈവഹിത പ്രകാരമായിരുന്നു, ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം തൻ്റെ ഭാര്യ മരിച്ചുപോയപ്പോൾ ഉറക്കെ ഒന്ന് കരയുവാൻ, മറ്റുള്ളവർ കാണുകെ പബ്ലിക്കലി ഒന്ന് കരയുവാനോ തൻ്റെ ദുഃഖം പ്രകടിപ്പിക്കുവാനോ ദൈവം യെഹെസ്കേലിനെ അനുവദിച്ചില്ല. ഇവരെയൊക്കെയല്ലേ നമ്മൾ ഹീറോസായിട്ട് കാണേണ്ടത്? ഇവരെയൊക്കെയല്ലേ നമ്മൾ സെലിബ്രിറ്റീസായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ടത്? ഈ ത്യാഗമനോഭാവം. അതുപോലെ തന്നെ ദാനിയേൽ, യുവതലമുറ ദാനിയേലിനെ കുറിച്ച് തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. ഇത്രയും ജ്ഞാനവും ഇത്രയും പരിജ്ഞാനവും ഇത്രയും വിവേകവുമുള്ള നല്ലൊരു ഉദ്യോഗസ്ഥനായിരുന്നു ദാനിയേൽ. രാജധാനിയിലെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥൻ. സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാൻ കഴിവുള്ള ബുദ്ധി കൂർമ്മത, വെളിപ്പാടുകളുടെ ആധിക്യം അല്ലെങ്കിൽ പരിജ്ഞാനം, ക്രിസ്തുവിൻ്റെ ആ ഒരു പരിജ്ഞാനം ദാനിയേലിനുണ്ടായിരുന്നു. ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥൻ. പക്ഷേ മറ്റ് സഹപ്രവർത്തകരുടെ അസൂയ മൂലം ദാനിയേലിന് അനുഭവിക്കേണ്ട പീഡനം നമുക്കെല്ലാവർക്കും അറിയാം. അവനെ സിംഹക്കുഴിയിൽ രാജാവ് തന്നെ, എത്രയും സ്നേഹിച്ച രാജാവ് തന്നെ അവനെ സിംഹക്കുഴിയിൽ ദാനിയേലിനെ ഇടുകയും, പക്ഷെ അവിടെ നിന്ന് ദൈവം അത്ഭുതകരമായിട്ട് ദാനിയേലിനെ രക്ഷിച്ചു. എന്നാൽ ഈ സിംഹക്കുഴിയിൽ ഇടുന്ന സമയത്ത് ദാനിയേൽ ഒട്ടും പതറിയില്ല. എന്തായിരിക്കാം കാരണം? ദിവസവും 3 നേരവും മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന പ്രഗത്ഭനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. യെരുശലേമിൻ്റെ ആലയത്തിന് നേരെ കിളിവാതിൽ തുറന്നിട്ടുകൊണ്ട് 3 നേരവും മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ദാനിയേൽ. ഇന്നത്തെ യുവതലമുറ ദാനിയേലിനെ അനുകരിക്കേണ്ട ആവശ്യമില്ലേ? ദാനിയേലിലെ യുവതലമുറയുടെ ഹീറോ ആയിട്ട് മാറേണ്ടത്, അല്ലാതെ പൃഥ്വിരാജോ അല്ലെങ്കിൽ ദിലീപോ അങ്ങനെയുള്ള സിനിമാ നടന്മാരാണോ അല്ലെങ്കിൽ ക്രിക്കറ്റേഴ്സാണോ യുവതലമുറയുടെ ഹീറോസായിട്ട് മാറേണ്ടത്? ദാനിയേലിനെ കുറിച്ച് പഠിക്കുക. യോസഫ്, അതിനെക്കുറിച്ചൊക്കെ അവരെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയും അവർ ചെയ്ത ജോലി എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനുവേണ്ടി അവർ ദൈവത്തിന് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ എന്ത് മനസ്സിലാക്കുകയും ചെയ്യുവാൻ യുവതലമുറയോട് ഞാൻ അപേക്ഷിക്കുകയാണ്. അതുപോലെ സ്ത്രീകൾക്കുള്ളൊരു നല്ല ബെസ്റ്റ് ഉദാഹരണമാണ് എസ്തേർ രാജ്ഞി. എസ്തേർ രാജ്ഞി തൻ്റെ രാജാവിൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് തൻ്റെ ജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സങ്കടം ഉണർത്തിക്കണമെങ്കിൽ എസ്തേർ രാജ്ഞിയുടെ ആ ഒരു ക്രമം എത്തിയിട്ടില്ലായിരുന്നു, ആ വട്ടം എത്തിയിട്ടില്ലായിരുന്നു. എസ്തേർ രാജ്ഞി അത് തെറ്റിച്ചുകൊണ്ട്, രാജാവിൻ്റെ നിയമം തെറ്റിച്ചുകൊണ്ട് ധൈര്യത്തോടുകൂടെ രാജാവിൻ്റെ സന്നിധിയിൽ ചെന്ന് തൻ്റെ ജനത്തിന് വേണ്ടി അപേക്ഷിക്കുന്ന എസ്തേർ രാജ്ഞി. രാജാവ് കനിഞ്ഞില്ലെങ്കിൽ ആ പൊൻചെങ്കോൽ എസ്തേറിന് നേരെ നീട്ടിയില്ലായിരുന്നുവെങ്കിൽ എസ്തേറിൻ്റെ മരണം അവിടെ ഉറപ്പായിരുന്നു. എന്നാൽ തൻ്റെ ജനത്തിന് വേണ്ടി അപേക്ഷിക്കുവാൻ ധൈര്യപ്പെട്ടുകൊണ്ട് തൻ്റെ ജീവൻ പോലും തൃണവൽഗണിച്ചുകൊണ്ട് എസ്തേർ രാജ്ഞി രാജാവിൻ്റെ മുമ്പിൽ എത്തുകയും തൻ്റെ ജനതയെ രക്ഷിക്കുകയും ചെയ്തതാ കഥ. കഥ നമുക്കറിയാം. ഇവരല്ലേ സ്ത്രീകളായ നമ്മുടെ ഹീറോ ആയിട്ട് മാറേണ്ടത്? പുതിയ നിയമത്തിലേക്ക് വരികയാണെങ്കിൽ അനേക സ്ത്രീകൾ ക്രിസ്തുവിനെ അനുഗമിച്ചിരുന്നു. അതിലെ മഗ്ദലക്കാരത്തി മറിയ എത്ര ത്യാഗപൂർണമായ ഒരു ജീവിതത്തിൽ കൂടിയാണ് അവൾ ക്രിസ്തുവിനെ അനുഗമിച്ചത്. ക്രിസ്തുവിൻ്റെ അമ്മയായ മറിയ എത്ര ത്യാഗപൂർണം, എത്ര നിന്ന, എത്ര പരിഹാസം അവൾ നേരിടേണ്ടി വന്നു. എന്നാൽ ഒരു യേശു കർത്താവിന് ജന്മം കൊടുക്കുവാൻ അവൾ തയ്യാറായിരുന്നു. ദൈവത്തിൻ്റെ കൃപ അവളുടെ മേലുണ്ടായാൽ മതി എന്ന് അവൾ വിശ്വസിച്ചു. ഇവരൊക്കെയല്ലേ നമ്മുടെ ഹീറോസും ഹീറോയിൻസും ആകേണ്ടത് എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. പക്ഷേ ആ സമയത്തുള്ള ആ സമൂഹം, ആ സംസ്കാരമൊന്നും അവരെ പ്രശംസിച്ചില്ല. പക്ഷേ അവരുടെ വിശ്വസ്തത, അവരുടെ അനുസരണം ഇന്നും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ഇന്നും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ദൃശ്യതയെ പിന്തുടരുന്ന ലോകം പദവിയെ അമിതമായി ആശ്രയിക്കുന്ന ഒരു സംസ്കാരത്തിൽ ദൈവമക്കളായ നമ്മൾ വിശ്വസ്തതയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്, വിശ്വാസത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ്, ദൈവത്തിൻ്റെ അനുസരണത്തിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാം പിന്തുടരുന്നത് ത്യാഗിയായ ഒരു രക്ഷകനെയാണ്. ലോകം പക്ഷേ നമ്മളെ ഒരിക്കലും സ്വാധീനമുള്ള വ്യക്തികളായിട്ട് കാണണമെന്നില്ല. പക്ഷേ നമ്മൾ ജീവിക്കുന്നത് ഈ ലോകത്തിന് വേണ്ടിയല്ല. നമ്മൾ ജീവിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? രാജാതിരാജനായ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ സമർപ്പിക്കപ്പെട്ട ജീവിതങ്ങളാണ് നാം ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുമ്പോൾ ലോകം നമ്മളെ മാനിച്ചില്ലെങ്കിലും
ദൈവം നമ്മെ നിലനിർത്തും. മാത്രമല്ല, നമ്മുടെ നിത്യത മാത്രം നമ്മൾ ഉറപ്പാക്കിയാൽ പോരാ, മറ്റുള്ളവരെ നിത്യതയിലേക്ക് പ്രവേശിപ്പിക്കാനായിട്ട്, അന്ധകാരത്തിൻ്റെ മുന്നിൽ അവർക്ക് വെളിച്ചം കൊടുക്കുവാനായിട്ട്, അത് അറിവിൻ്റെ വെളിച്ചമായിരിക്കാം, ജ്ഞാനത്തിൻ്റെ വെളിച്ചമായിരിക്കാം, ആത്മാവിൻ്റെ രക്ഷയുടെ വെളിച്ചമായിരിക്കാം, അതിനുവേണ്ടി മറ്റുള്ളവരെയും കൂടെ സ്വാധീനിക്കുന്ന ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാനും കൂടെ ദൈവം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. എന്നാൽ നമ്മൾ പ്രശസ്തരാവുന്നത് തെറ്റൊന്നുമില്ല. ഞാൻ അതിൻ്റെ കറക്റ്റ് മീനിങ് ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ പ്രശസ്തരാവുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ പ്രശസ്തിക്ക് വേണ്ടി മാത്രം ലക്ഷ്യമാക്കി നമ്മൾ പ്രവർത്തിക്കരുത്. നമ്മൾ ദൈവഹിതം അനുസരിച്ച് ചെയ്തു പോകുന്ന ദൈനംദിന പ്രവർത്തനങ്ങളിൽ കൂടെ നമ്മൾ ഒരുപക്ഷെ പ്രശസ്തരായിരിക്കാം. യേശുക്രിസ്തു തന്നെ ഏറ്റവും പ്രശസ്തനായിരുന്നു. നമ്മൾ ഇന്ന് പറയും സോഷ്യൽ മീഡിയയിൽ ഇത്ര ഫോളോവേഴ്സ് ഉള്ളവരാണ് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള വ്യക്തികൾ, ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയും. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയൊരു ഇൻഫ്ലുവൻസർ ആയിരുന്നു യേശുക്രിസ്തു. കാരണം യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്ന പുരുഷാരത്തിൻ്റെ എണ്ണത്തിന് അളവില്ല. ലൂക്കോസ് 8:42 പറയുന്നു, പുരുഷാരം തിക്കിത്തിരക്കിയിരുന്നു. യേശുവിൻ്റെ പിന്നാലെ നടന്ന പുരുഷാരം തിക്കിത്തിരക്കി. ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള വ്യക്തി യേശുക്രിസ്തുവിൻ്റെതായ രീതിയിലുള്ള ഒരു പ്രശസ്തി അല്ലെങ്കിൽ പെരുമ, അല്ലെങ്കിൽ യേശുക്രിസ്തു പ്രശസ്തനാവേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. കൂടുതൽ പേര് അറിയണം, രക്ഷകൻ ഈ ലോകത്തിൽ വന്നു എന്നുള്ളത് അറിയേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിൻ്റെ ജീവിത ലക്ഷ്യം പ്രശസ്തി ആയിരുന്നില്ല. പക്ഷേ യേശുക്രിസ്തു ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തനായ വ്യക്തിയായിരുന്നു. ആ കാലഘട്ടത്തിൽ മാത്രമല്ല, ഇന്നും നമ്മുടെയൊക്കെ ജീവിതങ്ങളെ സ്വാധീനിക്കുന്ന വലിയൊരു വ്യക്തിത്വമാണ് യേശുക്രിസ്തു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മത്തായി 5:15 പറയുന്നത്, വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലല്ല വെക്കേണ്ടത്, അനേകർക്ക് അത് പ്രകാശം കൊടുക്കേണ്ടതിന് തണ്ടിന്മേലത്രേ വെക്കേണ്ടത്. അതുകൊണ്ട് നമ്മളെ തന്നെ ഇല്യൂമിനേറ്റ് ചെയ്യുവാനായിട്ട് നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അത് പ്രശസ്തി മാത്രമായിരിക്കരുത് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ മത്തായി 6:33 പറയുന്നു, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ സകലവും നിങ്ങൾക്ക് ലഭിക്കും. നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് ജീവിതത്തിന്? ക്രിസ്തുവിൻ്റെ മക്കളായ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം, നമ്മൾ ദൈവത്തിനോടുകൂടി ചേരുവാനായിട്ട് പോകുമ്പോൾ ദൈവം എന്താണ് കണക്കിടുന്നത്, നമ്മൾ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ഇപ്പോൾ ക്രമീകരിക്കേണ്ടതാണ്. ദൈവം, നമ്മൾ വായിച്ചു പോലെ വെളിപ്പാടിൻ്റെ പുസ്തകത്തിൽ ആരെയാണ് ദൈവം അംഗീകരിക്കുന്നത്? തല ഛേദിക്കപ്പെട്ടവരെ, രക്തസാക്ഷികളായി തീർന്നവരെ, നെറ്റിമേൽ മുദ്ര കൈക്കൊള്ളാതിരുന്നവരെ, ദൈവത്തിൻ്റെ സാക്ഷ്യം ഹേതുവായും ദൈവവചനം നിമിത്തവും അറുക്കപ്പെട്ടവരെ, ഇവരെയൊക്കെയാണ് ദൈവം അവിടെ വെള്ള നിലയെങ്കിൽ ധരിച്ചത്, തേജസ്സിൻ്റെ കിരീടം അവിടെ കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള വാടാത്ത കിരീടം പ്രാപിക്കണം, ദൈവത്തിനോടുകൂടെ നിത്യതയിൽ നമ്മൾ വാഴണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ വിശ്വാസത്തിലാണ് നമ്മൾ ഉറക്കേണ്ടത്. പ്രശസ്തിയിലല്ല, നമ്മൾ പ്രശസ്തിക്ക് വേണ്ടിയല്ല നമ്മൾ പരിശ്രമിക്കേണ്ടത്. നമ്മൾ പരിശ്രമിക്കേണ്ടത് വിശ്വാസത്തിലും അനുസരണത്തിലും ദൈവത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് സമർപ്പിതമായൊരു ജീവിതം നയിക്കുകയും അനേകരെ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള പ്രവൃത്തികൾ ചെയ്യുക, സാത്താൻ്റെ പണികളെ അഴിച്ചു കളയുക, സാത്താൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് അനേകരെ വിടുവിക്കുക. ഈ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയായിരിക്കണം നമ്മുടെ ജീവിതം, നമ്മുടെ സമർപ്പണം. ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിന് നന്ദി. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സമർപ്പിക്കപ്പെട്ട ജീവിതങ്ങളാകുവാനായിട്ട് അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, വിശ്വസ്തതയും അനുസരണവുമാണല്ലോ അങ്ങ് വിലമതിക്കുന്നത്. ദൈവമേ, അങ്ങ് മാനിക്കുന്നത്. ആ വിശ്വാസത്തോടുകൂടെ അനുസരണത്തോടുകൂടെ ജീവിപ്പാനായിട്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും, ഈ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും കർത്താവെ, അവരുടെ ഹൃദയത്തിൻ്റെ വാതിലുകളെ തുറന്നുകൊണ്ട് കർത്താവിൻ്റെ സമർപ്പിക്കപ്പെട്ട ജീവിതത്തെ അനുകരിച്ചുകൊണ്ട് ജീവിപ്പാനായിട്ട് കർത്താവെ അവിടുന്ന് കൃപ ചെയ്യണമേ. ഞങ്ങളെല്ലാവരെയും അതിന് സഹായിക്കണമേ. PPC മിഷൻ്റെ പ്രവർത്തനങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ തന്നതിനായിട്ട് സ്തോത്രം യേശുവേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.